തൃശൂർ റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടു. കമ്മീഷണർക്ക് പരാതി നൽകി അനിൽ അക്കര. കെ മുരളീധരൻ ആരോപിച്ചതെല്ലാം ശരിവെക്കുന്ന റിപ്പോർട്ട് ചോർത്തിയത് ആരെന്നതിനെ ചൊല്ലിയും തർക്കം. ടി.എൻ. പ്രതാപനും സംഘത്തിനും തിരിച്ചടി ഉറപ്പാക്കാൻ കോൺഗ്രസിൽ വൻ നീക്കം. ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അനിൽ അക്കര പുറപ്പെടുന്നത് KPCCയെയും വെട്ടിലാക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഞെട്ടിച്ച തൃശൂർ തോൽവിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് 24 ന്യൂസ് ചാനൽ പുറത്തുവിട്ടത് വിവാദമാക്കി മുൻ MLA അനിൽ അക്കര. പാർട്ടി നേതൃത്വത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയ റിപ്പോർട്ട് വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്നാണ് അനിൽ അക്കര അവകാശപ്പെടുന്നത്. ചാനലിനെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയ അനിൽ അക്കര ചാനൽ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. ചാനൽ പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ അനിൽ അക്കര ഉൾപ്പെടെ 4 നേതാക്കൾക്ക് എതിരായ പരാമർശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതാകട്ടെ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടായേക്കാവുന്ന കണ്ടെത്തലുകൾ ഉൾപ്പെടുന്ന റിപ്പോർട്ടാണ്. കഴിഞ്ഞ ആഗസ്റ്റിൽ KPCCക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിന് 30 പേജുകളാണുള്ളത്. മുൻ മന്ത്രി KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് MLA എന്നിവരടങ്ങുന്ന കമ്മീഷനാണ് KPCCക്ക് റിപ്പോർട്ട് കൈമാറിയത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടത്. ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നത്. ഇതോടെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഉയർത്തിയ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. മാത്രമല്ല ജില്ലയിലെ സംഘടനാ സംവിധാനം സമ്പൂർണ്ണ പരാജയമാണെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇതും കെ മുരളീധരൻ പല വേദികളിൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. നേരത്തെ അന്വേഷണ റിപ്പോർട്ട് KPCC പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 24 ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവിട്ടത് കോൺഗ്രസിലെ ചില നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ കാരണമായേക്കാവുന്ന കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഇത്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് KPCC ഇത് പൂഴ്ത്തിയതും. 30 പേജ് വരുന്ന റിപ്പോർട്ടിൽ 4 മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്രതീക്ഷിത തോൽവിയുടെ പശ്ചാത്തലത്തിൽ ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, MP വിൻസെന്റ്, അനിൽ അക്കര എന്നീ നേതാക്കളെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാറ്റി നിർത്തണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിയ KPCC നടപടിയെടുക്കാതെ നിൽക്കുകയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയത്തിലെ പാർട്ടി ഇടപെടൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുൻ MP ടി.എൻ. പ്രതാപന്റെ പ്രവർത്തനം മണലൂരിലും ഗുരുവായൂരിലും മാത്രമായി ഒതുങ്ങിയെന്നും BJP വോട്ടുകൾ അധികമായി ചേർത്തത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നും പരാമർശമുണ്ട്. ഇതോടെ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് അന്വേഷണ കമ്മീഷൻ. ജില്ലയിലെ നേതാക്കളുടെ മോശം പ്രവർത്തനമാണ് തോൽവിക്ക് കാരണമെന്ന് മുരളീധരൻ പക്ഷം ആരോപിച്ചിരുന്നു. ടി.എൻ. പ്രതാപൻ അടക്കമുള്ള നേതാക്കളെയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് മുരളീധരനെ വടകരയിൽ നിന്നും അവസാന നിമിഷം മാറ്റി ഇവിടേക്ക് കൊണ്ടുവന്നത്. സുരേഷ് ഗോപി BJPക്ക് വേണ്ടിയും VS സുനിൽകുമാർ LDFന് വേണ്ടിയും ഇറങ്ങിയതോടെ ശക്തനായ മത്സരാർത്ഥി വേണമെന്ന ആവശ്യത്തിന്റെ ഫലമായിരുന്നു മുരളീധരന്റെ വരവ്. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. ഷാഫി ഗംഭീര വിജയം നേടിയപ്പോൾ മുരളീധരന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. സിറ്റിംഗ് സീറ്റ് ആയിരുന്നിട്ട് കൂടി തൃശൂർ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് ദയനീയമായി പിന്തള്ളപ്പെട്ടു. ഫലം വന്നതിന് പിന്നാലെ ജില്ലയിലെ മുരളീധര പക്ഷവും DCC നേതൃത്വവും തമ്മിൽ കയ്യാങ്കളി നടന്നു. തുടർന്ന് DCC പിരിച്ചുവിട്ട KPCC പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. ഇപ്പോൾ കമ്മീഷൻ KPCCക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ചാനൽ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിലായി. അനിൽ അക്കര പറയുന്നത് പോലെ ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന് പറയാൻ KPCC നേതൃത്വം തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അനിൽ അക്കര ചാനൽ പുറത്തുവിട്ട വിവരങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. KPCCക്കും തനിക്കുമെതിരെ 24 ന്യൂസ് ചാനലിലെ ശ്രീകണ്ഠൻ നായർ, അശ്വിൻ പാലാഴി, ദിലീപ് കുമാർ എന്നിവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാണ് ഈ വാർത്തയുണ്ടാക്കിയതെന്ന് അനിൽ അക്കര സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. എന്നാൽ വിവാദം അവസാനിപ്പിക്കാൻ KPCC യഥാർത്ഥ റിപ്പോർട്ട് പുറത്തുവിടട്ടെ എന്നാണ് കോൺഗ്രസിനുള്ളിലെ മറ്റൊരു വിഭാഗവും മാധ്യമപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്. KPCC അതിന് തയ്യാറാകാത്ത പക്ഷം തൃശൂർ ജില്ലയിൽ കെ മുരളീധരൻ സംശയമുനയിൽ നിർത്തിയ 4 നേതാക്കന്മാർ തൃശൂരിലെ തോൽവിയുടെ പാപഭാരം ഇനിയും പേറേണ്ടി വരും. അതാകട്ടെ തൃശൂർ ജില്ലാ നേതൃനിരയിലേക്ക് തിരിച്ചുവരവ് നടത്താൻ കരുക്കൾ നീക്കുന്ന പ്രതാപനും സംഘത്തിനും വലിയ തിരിച്ചടിയുമാണ്.